ദൈവത്തിൻ്റെ അതിവിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ദിവസം അടികൾക്ക് കുടുംബമായിട്ട് ദൈവസഭയെ കടന്നു വരുവാനും കർത്താവിൻ്റെ നാമത്തിൽ ആയിരിക്കാനും ഒക്കെ ദൈവത്തെ ഉയർത്തുവാനും സ്തുതിക്കുവാനും എനിക്ക് നല്ല സമയത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദേവദാസൻ പറഞ്ഞതുപോലെ എൻ്റെ പേര് ശോശാമയാണ്. എൻ്റെ സ്വദേശം തിരുവല്ല ആയിരിക്കുന്നു. എൻ്റെ മാതൃസഭ തിരുവല്ല ക്ഷേത്രത്തിലോ ആണ്. ഞാൻ ഒരു മർത്തോമ കുടുംബത്തിൽ നിന്നാണ് എൻ്റെ യൗവനകാലത്ത് ഇപ്രകാരം കർത്താവിനെ അറിഞ്ഞ് കടന്നു വരുവാൻ ദൈവം ഭാഗ്യം തന്നത്. ഞങ്ങൾ കഴിഞ്ഞ 2 മാസമായിട്ട് ദേവദാസൻ പറഞ്ഞതും മുഴക്കട പ്രദേശത്തായിരിക്കാൻ ദൈവം അവസരം തന്നു. ഒരു ദിവസം കർത്താവ് അനുവദിച്ചാൽ ഇവിടുന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഓരോ ദിനങ്ങളിലും ഞങ്ങളായ ഇടങ്ങളിലും അവസ്ഥകളിൽ കടന്നുപോയ ഓരോ വഴികളിലും ദൈവത്തിന്റെ സൂക്ഷിപ്പും കാവലും പരിപാലനവും ഞങ്ങളുടെ മേലുണ്ടായിരുന്നു. കർത്താവ് നടത്തിയ എല്ലാ വഴികൾക്കായി എല്ലാ നന്മകൾക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ദൈവസഭയുടെ പ്രാർത്ഥനകൾ ചോദിക്കുന്നു. കർത്താവിന്റെ മേശയിൽ പങ്കുകൊള്ളുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. കുടുംബമായി ദൈവങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും കർത്താവിന്റെ പേരിൽ വർദ്ധിച്ചു വരുവാനും പ്രയോജനപ്പെടുവാനും ചിലരുടെ ജീവരക്ഷയ്ക്കായി ദൈവം ഞങ്ങളെ ഉപയോഗിക്കേണ്ടതിനാൽ ദൈവസഭയുടെ പ്രാർത്ഥന ചോദിക്കുവാനും കഴിഞ്ഞ ദിവസമൊക്കെ ഓർമ്മിച്ച ഒരു ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 29:10 യഹോവ ജലപ്രളയത്തിന് മീതെ ഇരുന്ന് യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഓർപ്പിക്കുന്ന ഒരു വചനമാണ്. ജീവിതത്തിന്റെ ഓരോ പ്രശ്നങ്ങളുടെ മധ്യത്തിലും ഒരിക്കലും ഒരു ജലപ്രളയത്തിന് മീതെ ഒരു വ്യക്തിക്ക് ഇരിക്കുവാൻ കഴിയത്തില്ല. നമ്മളെ മുക്കിക്കളയും അല്ലെ നമ്മളെ തളർത്തിക്കളയും എന്ന് പറയുന്ന വിഷയങ്ങളുടെ മീതെ ഇരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവിടെ രാജാവായി വാഴുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അത് പലപ്പോഴും എന്നെ ഉറപ്പിക്കുന്നതാണ്, ധൈര്യപ്പെടുത്തുന്നത്. പകൽക്കാലം സകല വിഷയങ്ങൾക്കും മീതെ രാജാവായി ഇരിക്കുന്ന ഒരു ദൈവം നമ്മളോട് കൂടെ ഉള്ളതിനാണ് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവകരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാണ്. ഈ ദൈവം വിശ്വസയോടെ നിൽക്കുവാൻ ദൈവം ഞങ്ങളുടെ മേൽ പകരേണ്ടതിനായി ദൈവസഭയുടെ ദേവദാസനെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദൈവസഭ കാണിക്കുന്നു. സഭയോടെ കുറിച്ച് സൈലായിരിക്കാനും ഒക്കെ ഞങ്ങൾക്ക് അവസരമുണ്ടാകും. എല്ലാം സ്തുതിക്കുന്നു. ദിവസങ്ങളിലാണ് ദൈവജനം പറയുന്നത് പോലെ ദിവസം ചെലവഴിക്കുന്ന ഒരു ദിവസം 1000 ദിവസത്തേക്കാൾ ഉത്തമമാണല്ലോ. സ്വാഗതം ചെയ്യുന്നു. ദിവസങ്ങളിലൊക്കെ കർത്താവിന്റെ വചനമായി ഭവനങ്ങൾ കയറിയിരുവാനൊക്കെ ഞങ്ങൾക്ക് അവസരം തന്നു. ഇന്നലെയും അവരുടെ പ്രദേശങ്ങളിലൊക്കെ കയറുവാൻ അവസരം തന്നു. ഞങ്ങൾ കയറി ഭവനങ്ങൾ പഠിക്കുന്ന കുഞ്ഞ് വളരെ അവിടെ തന്നെയുള്ളൂ. വളരെ ആഗ്രഹമുണ്ട്. മാതാപിതാക്കളും മക്കളോട് ബന്ധപ്പെട്ട് അടുത്ത് തന്നെ ഞങ്ങൾ കണ്ടു പോയേക്കുവാണ്. കുഞ്ഞോട് ഞങ്ങൾ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കുടുംബ പ്രാർത്ഥന ഉണ്ടാകുന്നുണ്ട്. കുടുംബ പ്രാർത്ഥന ഉണ്ട്. ഒരു അധ്യായം വായിക്കുന്നുണ്ട്. 4 ഷണ്ണനോട് ദൈവങ്ങൾ ചേർന്ന് നമ്മൾ അതുപോലെ തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് പലപ്പോഴും അറിയുന്നില്ല. ഞങ്ങൾ സഹോദരന്മാരെ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കുഞ്ഞു പറഞ്ഞു, എനിക്ക് ദൈവവചനം അറിയണമെന്നുള്ള ആഗ്രഹമുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട്, പക്ഷെ ഇതൊന്നും ഞങ്ങൾ വായിക്കാറില്ല. സങ്കീർത്തനങ്ങൾ അവസ്ഥയാണ്. അങ്ങനെ തിരുവചനത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കുവാനും നമ്മൾ വളരെ ആഴത്തോടെ എഴുതിയെടുത്ത ഇന്നലെ പകൽക്കാലം കർത്താവിന്റെ ഹൃദയാല ചോദിച്ചു, മോളെ കൃഷ്ണനെ കർത്താവിനെ ഇഷ്ടമായി സ്വീകരിക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞു തരട്ടെ ചോദിച്ചപ്പോൾ അപ്രകാരം സമ്മതത്തോട് തന്നെ എനിക്ക് പറഞ്ഞ് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പ്രകാരം പറയുവാനൊരു അവസരം തന്നു. അതിന് ഒക്കെ ഓർത്ത് അനേക കുഞ്ഞുങ്ങൾ അത് സത്യം അറിയാത്തത് കൊണ്ട് പലപ്പോഴും ഒരു തിരിച്ചു കൊടുക്കാത്തത് അവരറിയാതിരിക്കുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ അനേക പ്രിയപ്പെട്ടവരെ ദൈവം വിളിച്ച് വേർതിരിക്കേണ്ട വിദേശത്ത് ദൈവസഭയോട് ചേർത്ത് കൊണ്ടുവരേണ്ട അനേക ഇടങ്ങളിൽ അപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന നാം സ്തുതിക്കുന്നു. പ്രകാരം കടന്നുപോകാൻ ഞങ്ങൾക്ക് ഒരു ഭാഗ്യം തന്നു. ഇതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവസഭയെ ദൈവജനം നിന്ന് ഓർത്ത് പ്രാർത്ഥിച്ചു. ഇതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനും പിന്നെയും കർത്താവിന്റെ മേലെ വിശ്വസ്തയോടും സത്യസന്ധയോടും മേലോടും വിശുദ്ധിയോടും ജീവിപ്പാനും കർത്താവിന്റെ സമയത്ത് വരെ നിൽക്കാൻ കർത്താവിന്റെ ദൈവസഭയുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ഒരു വചനം വായിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. 2 ലേഖനം 2:19-21 എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി തകർന്നു കൊള്ളട്ടെ എന്നുമാവും അതിനുള്ള. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊണ്ണും വെള്ളിയും കൊണ്ടുള്ള സാമാനം മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒഴിഞ്ഞിരുന്ന മാനപാത്രമായിരിക്കും. ദൈവജനത്തിന്റെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് കാണുന്നു.